ഏലിയൻസ് നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് നമുക്കങ്ങനെ ചിന്തിക്കാം, നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കും സ്വർണ്ണങ്ങളും രത്നങ്ങളും വൈരങ്ങളും ഒക്കെ ആ ഒരു ടോംബിലുണ്ടായിരുന്നു. പിരമിഡ്സ് ഏലിയൻ ഉണ്ടാക്കിയെന്നും അവിടുത്തെ ഫാമേഴ്സ് ഉണ്ടാക്കിയെന്നും കുറേ റൂമേഴ്സും മിത്സൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും ആരാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു കല്ലിന് 2000 കിലോ കൂടുതൽ ഭാരമുണ്ട്. അപ്പം ഒരു ശരാശരി ഏകദേശം ഒരു 19 ആൾക്കാർ കൂടിയാലേ 2000 കല്ല് പൊക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പം അത് അന്നത്തെ കാലത്ത് എങ്ങനെ പോസിബിളായെന്ന് ചോദിക്കുന്നതിൽ ഇപ്പോഴും ആർക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ആൻഷ്യൻ്റ് ഹിസ്റ്ററി പ്രകാരം പറയുന്നത് ഫിറോവന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കല്ലറയാണത്. അപ്പം അവരുടെ വേറൊരു ജീവിതം, അതായത് മരണശേഷമുള്ള അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ, സമ്പാദ്യങ്ങൾ എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കല്ലറയിൽ അവർ നിക്ഷേപിക്കും. എന്നിട്ട് അവർ വേറെ ദേവന്മാരായിട്ടാണ് അവർ പിന്നീട് ജീവിക്കുന്നതെന്നാണ്. കാരണം ഈഫൽ ടവർ വരെ ചെയ്യാൻ ഏകദേശം നല്ല ടൈം എടുത്തിട്ടുണ്ട്. മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ളൊരു സാധനമാണ് ഈഫൽ ടവർ. അപ്പം ഈഫൽ ടവറിന് വേണ്ടിയിട്ട് അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അതിനേക്കാൾ ആ ഒരു ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പം അത്രയും വലിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ മനുഷ്യന്മാർക്ക് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും.